ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് എൻപുരാൻ്റെ 2 പോസ്റ്റർ റിവീൽ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്തായാലും 2 പോസ്റ്ററിലും ലാലേട്ടൻ ഒന്നിൽ ഈ കോട്ടയ്ക്ക് വെളിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു എഴുതിയത് എന്താണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫോർ ബി കെയർഫുൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ദാറ്റ്സ് വേ ഡബിൾ കമ്മിങ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പോസ്റ്ററിൽ കിടിലനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കോട്ടയ്ക്ക് വെളിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും കിടിലനായിട്ട് പോയിട്ടുണ്ട്. അടുത്ത പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ലാലേട്ടൻ തീയിൽ തോക്കും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജ് അപ്പത്തുണ്ട്, പിന്നെ മഞ്ജു വാര്യർ ഉണ്ട്, ടൊവിനോ ഉണ്ട്, പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്തായാലും കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഈ ലൈക്ക പ്രൊഡക്ഷൻ മാറിയിട്ട് നമ്മുടെ ഗോകുലം ഗോപാലനാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ മാസം മാർച്ച് 27 തന്നെ റിലീസിന് ഒരുക്കി വിടാനാണ് വിട്ട പ്ലാന്. ഈ ഒരു മൂവി എന്തായാലും ഒരു കിടില മൂവി തന്നെ ആകട്ടെ. ഇത് ഗോകുലം ഗോപാലൻ വാങ്ങിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ, മറ്റുള്ള വർക്കുകൾ. ഈ ഒരു ലൈക്ക മാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പോസ്റ്ററിൽ കിടിലനായിട്ട് എല്ലാവരും ഉണ്ട്. ലാലേട്ടനുണ്ട്, പിന്നെ പൃഥ്വിരാജുണ്ട്, പിന്നെ ടൊവിനോ ഉണ്ട്, പിന്നെ നമ്മുടെ മഞ്ജു വാര്യറുണ്ട്, പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെയും ഇവിടെയായിട്ട് നിൽക്കുന്നു. പിന്നെ ഫയറാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലം മൂവി തന്നെ ആകട്ടെ. ലൈക്ക എല്ലാ സിനിമകളും പൊട്ടി വരുന്നത് കാരണം കൊണ്ട് അവർക്ക് മറ്റുള്ള രാജ്യത്ത് ഈ ഒരു മൂവി ഇറക്കി വിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഗോപാലൻ ഏറ്റെടുത്തല്ലോ. എന്തായാലും ഒരു കിടിലം മൂവി തന്നെ ആകട്ടെ. ഈ മൂവി എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് അത്രയും ഹൈപ്പ് എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ ഒരു മൂവിക്ക് ലാലേട്ടൻ ഫാൻസും മറ്റുള്ള ആൾക്കാരും ഈ ഒരു ലൂസിഫർ 1 ആ ഒരു ഫാൻ ഫോളോവേഴ്സ് തന്നെ ഈ ഒരു മൂവിക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.